വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ LGS റിവിഷൻ ആണ്. റിവിഷനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മള് എന്താ പറയാ, ഇന്ത്യയിലെ വൈസ്രോയിമാര് അല്ലെങ്കിൽ ഗവർണർ ജനറൽമാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള്, മഹാത്മാഗാന്ധിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സോടുകൂടി മോഡേൺ ഇന്ത്യയില് നമ്മുടെ 1947 വരെയുള്ള കാലഘട്ടങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം നാളെ നമ്മൾ എന്താണ് റിവിഷൻ ചെയ്യാൻ പോണത്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്ന് പറയുന്ന ഭാഗമാണ്. അങ്ങനെ തന്നെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാ വെല്ലുവിളികൾ എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഗാന്ധിജിയെ കുറിച്ച് പഠിക്കണേ. ഗാന്ധിജിയെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ നമുക്ക് അറിയണതാണ്. നമ്മൾ എന്താണ് അറിയണ കാര്യങ്ങളാണെങ്കിലും ഓടിച്ചൊന്ന് പ്രധാനപ്പെട്ടത് വന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറയാന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. 1869 ഒക്ടോബർ മാസം 2-ാം തീയതി ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാത്മാഗാന്ധി ജനിക്കണേ അല്ലെ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമാണ്, അഹിംസാ ദിനമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം 1893 ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തിലെ ഒരു വ്യാപാരിയുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോവാണ്? ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവാണ്. അപ്പൊ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം നമുക്ക് പ്രധാനമാണ്. അതുപോലെ തന്നെ 1893 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇദ്ദേഹം ഒരു യാത്ര പോവാണ്. യാത്രാമധ്യേ അദ്ദേഹത്തിന്റെ വർണ്ണവിവേചനത്തിന്റെ പേരില് അദ്ദേഹത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുകയുണ്ടായി. ആ റെയിൽവേ സ്റ്റേഷന്റെ പേര് പഠിക്കണം, പീറ്റർ മാരിറ്റസ് ബർഗ് എന്നാണ് ആ റെയിൽവേ സ്റ്റേഷന്റെ പേര്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മളോട് പരീക്ഷയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ചോദ്യമാണ്. 1901 ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യമായിട്ട് INC സമ്മേളനത്തിൽ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തത് എന്ന് പറഞ്ഞു. എപ്പോഴും ചോദിക്കാറുള്ള വേറൊരു ചോദ്യമാണ് 1904 ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ഇന്ത്യൻ ഒപ്പീനിയൻ എന്താണ്? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന വാരിക ഗാന്ധിജി ആരംഭിച്ച വർഷമാണ് 1904. അതുപോലെ തന്നെ 1909 അദ്ദേഹം ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്നത് എഴുതിയത്. ഹിന്ദ് സ്വരാജ് അദ്ദേഹം എഴുതിയത് ഏത് വർഷമാണ്? 1909 എന്ന് പറയാം. ഇനി 1910 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയില് എവിടെയാണ്? നമ്മുടെ ജോഹന്നാസ്ബർഗില് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ആശ്രമം സ്ഥാപിച്ചു. അതിന്റെ പേര് എന്താണ്? ടോൾസ്റ്റോയ് ഫാം എന്നാണ്. അപ്പൊ ഇദ്ദേഹം ആരംഭിച്ച ആശ്രമമാണ് ജോഹന്നാസ്ബർഗിലെ ടോൾസ്റ്റോയ് ഫാം. ആരംഭിച്ചത് 1910 എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇദ്ദേഹം 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോരാണ്. ജാനുവരി 9 ഇവിടെ അദ്ദേഹം എത്തണേ. ആ ജാനുവരി 9 നമ്മൾ പ്രവാസി ഭാരതീയ ദിവസായിട്ട് ആചരിക്കുകയാണ്. ഇനി 1915 അഹമ്മദാബാദിലെ കൊച്ച്റാബിൽ നടന്ന സത്യാഗ്രഹം, അഹമ്മദാബാദിലെ കൊച്ച്റാബിൽ അദ്ദേഹം സത്യാഗ്രഹ ആശ്രമം പണിയാണ്. എന്നിട്ട് 1917 പിന്നീട് ഇത് സബർമതി നദീ തീരത്തേക്ക് മാറ്റാണ്. സബർമതി ആശ്രമം എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യം അത് പണിതത് 1915 കൊച്ച്റാബ് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് ഓർത്തു വെക്കാം. ഇനി എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാറില്ല വേറെ 1-2 കാര്യങ്ങളാണ്. ഒന്ന് യങ് ഇന്ത്യ അല്ലെ, യങ് ഇന്ത്യ. അതുപോലെ തന്നെ നവജീവൻ എന്ന് പറയുന്ന വാരികകള്. അപ്പൊ യങ് ഇന്ത്യ എന്ന് പറയുന്ന വാരിക ഇംഗ്ലീഷിലും നവജീവൻ എന്ന് പറയുന്ന വാരിക ഗുജറാത്തി ഭാഷയിലുമാണ്. അത് ഓർത്തു വെക്കണം. ഇനി അടുത്തത് 1920 അപ്പോ 1920 നമ്മൾ 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളത് പഠിച്ചു തീർന്നുണ്ടാവും. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ടീച്ചർ അത് അപ്ലോഡ് ചെയ്തതാണ്. ആ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ഒരു പദവി തിരിച്ചു നൽകുകയാണ്, കൈസർ ഇ ഹിന്ദ്. അപ്പൊ ഗാന്ധിജി ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരിച്ചു നൽകിയ പദവിയുടെ പേര് കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന പദവി എന്ത് ചെയ്യാണ്? ഗാന്ധിജി തിരിച്ചു നൽകുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് 1934 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു കേട്ടോ. ഇനി 1936 അദ്ദേഹം വാർധയിലെ ഒരു ആശ്രമം പണിതു. അതിന്റെ പേര് സേവാഗ്രാം എന്നാണ്. എന്താണ്? സേവാഗ്രാം എന്നാണ് ആ ആശ്രമത്തിന്റെ പേര്. ക്ലിയർ ആയോ? അപ്പൊ
അദ്ദേഹം പണിത ആശ്രമത്തിന്റെ പേര്, വാർധയിലെ ആശ്രമം ഏതാണ്? സേവാഗ്രാം എന്നാണ് ആ ആശ്രമത്തിന്റെ പേര്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇനി നമ്മളോട് ചോദിക്കാം ചിലപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരിക ഏതെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം 1915 അദ്ദേഹം തിരിച്ചു പോന്നിട്ടുള്ളൂ. അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം ആരംഭിച്ച വാരിക 1904 ഇന്ത്യൻ ഒപ്പീനിയൻ എന്നാണ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ആദ്യത്തെ നിരാഹാര സമരം അദ്ദേഹം നടത്തിയത് എന്നാണ്? അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ് മിൽ സമരമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഉപേക്ഷിക്കാൻ കാരണം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അപ്പൊ അതൊക്കെ വളരെ പ്രധാനമാണ്, അത് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ അദ്ദേഹം അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം 1901 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന 1924 ബൽഗാം സമ്മേളനത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനായത്. ഒരേ ഒരു പ്രാവശ്യം അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷൻ പദവിയിൽ ഇരുന്നിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. ഇനി അടുത്തത് നമ്മളോട് ഇനി അദ്ദേഹത്തിന്റെ ഒരു വാരിക ഉണ്ട് ഗാന്ധിജിയുടെ. ആ വാരികയുടെ പേര് ഹരിജൻ എന്നാണ്. ഹരിജൻ ട്ടോ. അപ്പൊ ഗാന്ധിജിയുടെ ഹരിജൻ വാരികയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണെങ്കിൽ ഈ വാരിക അദ്ദേഹം ഇറക്കിയത് 1933 അപ്പൊ ഹരിജൻ വാരിക ആരംഭിച്ചത് എന്നാണ്? 1933. അതുപോലെ ഗാന്ധിജിയെ നമ്മൾ മഹാത്മാ എന്നാണ് വിശേഷിപ്പിക്കുക, മഹാത്മാഗാന്ധി. അപ്പൊ മഹാത്മാ എന്ന് പറയുന്ന സംബോധന ചെയ്തത് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അതുപോലെ തന്നെ ടാഗോറിനെ ഇദ്ദേഹം ഗുരുദേവ് എന്ന് തിരിച്ചു വിളിക്കുക കൂടി ഉണ്ടായി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗോഖലെയാണ് പറയാ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ലിയോ ടോൾസ്റ്റോയ് ആണ്. ആരാണ്? ലിയോ ടോൾസ്റ്റോയ് ആണ് ആര്? ആത്മീയ ഗുരു. 1948 ജാനുവരി മാസം 30 മതഭ്രാന്തനായിട്ടുള്ള നാഥുറാം വിനോയക് ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തിയുടെ എന്താ പറയുന്നത് വെടിയേറ്റിട്ടാണ് ഗാന്ധിജി മരണമടയുന്നത് എന്ന് നമുക്കറിയാം. അപ്പോ ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ എന്താ പറയാ ജാനുവരി 30 അദ്ദേഹം മരിക്കണേ. ഇനി ഗാന്ധിജിയുടെ 1869 മുതൽ 1922 വരെയുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടം പറയുന്നതാണ് ഗാന്ധിജിയുടെ ആത്മകഥ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന കാലഘട്ടം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1869 മുതൽ 1922 വരെയുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ഗുജറാത്തി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് എന്നും കൂടെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മഹാദേവ് ദേശായി ആണ്. മഹാദേവ് ദേശായി ആണ് എന്താണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തത് മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി രാജഗോപാലാചാരിയാണ്. ആരാണ്? സി രാജഗോപാലാചാരിയാണ് അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നും കൂടി നമ്മൾക്ക് ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ എന്താണ് ഗാന്ധിജിയുടെ ആത്മകഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞത്? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാലയളവ് 1869 മുതൽ 1922 വരെയാണ് എന്ന് പലപ്പോഴും പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ ഏത് ഭാഷയിലാണ് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിലാണെന്ന് തോന്നാം, പക്ഷെ അതെന്താണ്? അതേത് ഭാഷയിലാണെന്ന് പറഞ്ഞ ഗുജറാത്തി ഭാഷയിലാണ്. ഇംഗ്ലീഷിലേക്ക് മഹാദേവ് ദേശായി ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. ഇനി മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഉപഭോക്താവാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി എന്ന് പറഞ്ഞത് എന്താണ്? മഹാത്മാഗാന്ധിയാണ്. ഞാൻ അപ്പം ചോദിച്ചു പക്ഷെ എനിക്ക് കിട്ടിയത് കല്ലാണ് എന്ന് പറഞ്ഞതും മഹാത്മാഗാന്ധിയാണ്. അധികാരത്തിനെതിരെ കരുതിയിരിക്കുക, അത് നമ്മളെ ദുഷിപ്പിക്കും. അധികാരമോഹികൾക്ക് അധികാരമോഹം നല്ലതല്ല എന്നൊക്കെ പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട വാക്കുകളായിട്ട് അത്രയും, അതായത് സ്ഥിരമായി നമ്മൾ കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഗാന്ധി സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. റിച്ചാർഡ് ആറ്റൻബറോ ആണ് ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത്. ഗാന്ധിയായി വേഷമിട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ബെൻ കിങ്സ്ലി ആണ് ഗാന്ധിയായി വേഷമിട്ടത്. ഗാന്ധി സിനിമ എത്ര ഓസ്കാർ അവാർഡ് നേടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 8 ഓസ്കാർ അവാർഡാണ് നേടിയത് അല്ലെ. എത്ര ഓസ്കാർ ആണ്? 8 ഓസ്കാർ ആണ് നേടിയത്. നമുക്കറിയാം
എന്താ പറയാ വസ്ത്രാലങ്കാരത്തിന് ആർക്ക് ഓസ്കാർ കിട്ടാണ്? ഭാനുമത്തയ്യ അല്ലെ, അവർക്ക് ഓസ്കാർ അവാർഡ് കിട്ടി എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിൽ കസ്തൂർബ ഗാന്ധിയായി വേഷമിട്ടത് രോഹിണി ഹത്തങ്കടിയാണ്. ആരാണ്? രോഹിണി ഹത്തങ്കടിയാണ് കേട്ടോ. രോഹിണി ഹത്തങ്കടിയാണ് എന്താ കസ്തൂർബയായിട്ട് വേഷമിട്ടത്. നെഹ്റു ആയിട്ട് വേഷമിട്ടത് റോഷൻ സേത്ത് എന്ന് പറയുന്ന ആളാണ്. ഗാന്ധി സിനിമയിൽ റോഷൻ സേത്ത് ആയിരുന്നു നെഹ്റു ആയിട്ട് വേഷമിട്ടത്. ജിന്നയായിട്ട് വേഷമിട്ട ആളുടെ പേരും കൂടി പഠിക്കുക. അലിക് പദൻസി എന്ന് പറയുന്ന ആളാണ്. ആരാ? അലിക് പദൻസി എന്ന് പറയുന്ന ആളാണ്. ഗാന്ധി ആരായിരുന്നു? ഗാന്ധിയായിട്ട് വേഷമിട്ടത് ബെൻ കിങ്സ്ലി. ഗാന്ധിയായിട്ട് വേഷമിട്ടത് ബെൻ കിങ്സ്ലി ആണ്. സംവിധാനം ചെയ്തത് ആരാണ്? ആരാണ് സംവിധാനം ചെയ്തത്? റിച്ചാർഡ് ആറ്റംബറോ. ബെൻ കിങ്സ്ലി നമ്മളിവിടെ എഴുതിയതാണ് അല്ലെ. അപ്പൊ ഇനി അടുത്തത് എപ്പോഴും നമ്മളോട് കുറച്ച് ഗാന്ധിമാര് ചോദിക്കാറുണ്ട്. ബീഹാർ ഗാന്ധി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡൽഹി ഗാന്ധി ആരാണ്? സി കൃഷ്ണൻ നായരാണ്. ബർദോളി ഗാന്ധി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. വേദാരണ്യം ഗാന്ധി ആരാണ്? സി രാജഗോപാലാചാരിയാണ്. കേരള ഗാന്ധി ആരാണ്? കെ കേളപ്പനാണ്. കേരള ഗാന്ധി കെ കേളപ്പൻ. അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് AT അരിയരത്ന എന്ന് പറയുന്ന ആളാണ് ശ്രീലങ്കൻ ഗാന്ധി. ഇനി ഗാന്ധിജി കേരളത്തിൽ 5 തവണ വരികയുണ്ടായി. ഒന്ന് 1920, അടുത്തത് 1925, അടുത്തത് 1927, അടുത്തത് 1934, അടുത്തത് 1937. ഈ ഇത്രയും പ്രാവശ്യമാണ് ഗാന്ധിജി കേരളം സന്ദർശിക്കണേ. ആദ്യത്തെ കേരള സന്ദർശനം 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത് എന്ന് ഓർത്തു വെക്കാം. രണ്ടാമത് 25 വന്നത് വൈക്കം സത്യാഗ്രഹത്തിനുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടാമത് അദ്ദേഹം വന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് ഗാന്ധിജി മൂന്നാമതായി 1927 ദക്ഷിണേന്ത്യയിലെ ഒരു പര്യടനം നടത്തുകയാണ്. ആ ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മാത്രം വന്നതാണ് എന്ന് ഓർത്തു വെക്കണം. നാലാമത്തെ അദ്ദേഹം വന്നത് ഹരിജനത്തിന് ഫണ്ട് സ്വരൂപിക്കാനാണ്. ഹരിജനത്തിന് എന്താണ് ഫണ്ട് സ്വരൂപിക്കാൻ. അപ്പോ നമുക്കറിയാം, അതായത് ഹരിജന ഫണ്ടിലേക്കായി വടകരയിൽ വെച്ച് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത ആരാ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കൗമുദി ടീച്ചറാണ്. ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് 1937 ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം വന്നത് എന്ന് കൂടി ഓർത്തുവെക്കുക. ഈ വരവിലാണ് അദ്ദേഹം അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് എന്നും ഓർത്തുവെക്കണം കേട്ടോ. അയ്യങ്കാളിയെ വെങ്ങാനിൽ വെച്ചിട്ടാണ് അദ്ദേഹം അവസാനത്തെ സന്ദർശനത്തിൽ അയ്യങ്കാളിയെ കണ്ടത് എന്നും കൂടി ഓർക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് പ്രമുഖന്മാരും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ്. അതായത് ബംഗാളിൽ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നത് ആരാണ്? ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന ആരാണ്? ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. 1765 അദ്ദേഹം ബംഗാളിൽ ദ്വിഭരണം ഏർപ്പാടാക്കിയത്. ഇനി അടുത്തത് 1773 ബ്രിട്ടീഷുകാര് ഒരു റെഗുലേറ്റിംഗ് ആക്ട് ഇവിടെ പാസ്സാക്കിയുണ്ടായി. ഇന്ത്യയിൽ ഒരു റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കി. ആ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ആദ്യമായി നിയമിതനായ ഗവർണർ ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? വാറൻ ഹേസ്റ്റിംഗ് എന്നാണ് പറയാ. വാറൻ ഹേസ്റ്റിംഗ് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ എന്ന് പറയുന്ന പദവി മാറി എന്ത് പദവിയായി? ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവിയായി മാറി. ഈ ബംഗാളിലെ ദ്വിഭരണം റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന ദ്വിഭരണം, ആ ദ്വിഭരണം റദ്ദ് ചെയ്തത് ആരാണ്? ദ്വിഭരണം റദ്ദാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയാ? നമ്മുടെ വാറൻ ഹേസ്റ്റിംഗിന്റെ പേരാണ് പറയാ. ഇനി അടുത്തത് ഇന്ത്യയിൽ ഒരു ഏകീകൃത സിവിൽ കോഡ്, ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് കേട്ടോ, യൂണിയൻ സിവിൽ കോഡ് കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമ്മൾ പറയേണ്ടത് കോൺവാലിസ് പ്രഭു ആണ്. അതുപോലെ കോൺവാലിസ് പ്രഭുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനം 1793 അദ്ദേഹം കൊണ്ടുവന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പാടാക്കിയത് ആരാണ്? കോൺവാലിസ് പ്രഭു ആണ്. അടുത്തത് 1798 1798 സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പിട്ട നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദ് ആണ്. ആരാണ്? ഹൈദരാബാദ് രാജവംശമാണ് എന്നും കൂടി ഓർത്തു വെക്കണം. ക്ലിയർ ആയില്ലേ? അടുത്തത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്, അതായത് ഇന്ത്യയില് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചത് ആരാണ്?
വില്യം ബെന്റിക് പ്രഭുവാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച ആൾ ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ സതി നിർത്തലാക്കിയത് ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ആഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയതും ആരെന്നെയാണ്? വില്യം ബെന്റിക് പ്രഭുവാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മളോട് പത്രമാധ്യമങ്ങൾക്ക് മേലെ നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ പത്രമാധ്യമത്തിന്റെ നിയന്ത്രണം നടപ്പിലാക്കിയത് ആരാണ്? ചാൾസ് മെറ്റ്കാഫ് എന്ന് പറയുന്ന ഗവർണർ ജനറൽ ആണ്. ചാൾസ് മെറ്റ്കാഫ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലിബറേറ്റർ ഓഫ് പ്രസ് എന്നും വിളിക്കുന്നു. എന്താണ്? ലിബറേറ്റർ ഓഫ് പ്രസ് കേട്ടോ. ഇനി ഇന്ത്യയില് റെയിൽവേ ആരംഭിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് റെയിൽവേ ആരംഭിക്കുന്നത്. 1853 ഏപ്രിൽ മാസം 16-ാം തീയതിയാണ് ഇന്ത്യയില് റെയിൽവേ ആരംഭിച്ചത്. മുംബൈ മുതൽ താനെ വരെയായിരുന്നു. ഈ റെയിൽവേ മാത്രമല്ല, ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്ന വകുപ്പും ആരംഭിച്ചത് ആരാണ്? നമ്മുടെ ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം, അതുപോലെ തന്നെ ടെലിഗ്രാഫ് സംവിധാനം എന്നിവയ്ക്കൊക്കെ തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ്. നമ്മുടെ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ എന്ന് പറയുന്നത് കൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയാണ്. ഇനി ദത്താവകാശ നിരോധന നിയമം ട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? വുഡ്സ് ഡെസ്പാച്ചിനെയാണ്. എന്താണ്? വുഡ്സ് ഡെസ്പാച്ചിനെയാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ത് എന്ന് ചോദിച്ചിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. വുഡ്സ് ഡെസ്പാച്ച് ആണ്. അത് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ അല്ലെങ്കിൽ വുഡ്സ് ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷനെ നിയമിച്ചതും ആരെന്നെയാണ്? നമ്മുടെ ഈ ഡൽഹൌസി പ്രഭുവാണ് എന്ന് ഓർത്തു വെക്കണം. ഇനി അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി അവസാനത്തെ ഗവർണർ ജനറലും ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ പറയേണ്ടത് കാനിങ് ആണ്. ആരാണ്? കാനിങ് പ്രഭുവാണ്. ഇനി അടുത്തത് ഇന്ത്യയിൽ ഇപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് കൊണ്ടുവന്നത് ആരുടെ കാലത്താണ്? മേയോ പ്രഭുവിന്റെ കാലത്താണ്. അത് 1872 ആ സംഭവം ഇന്ത്യയിൽ നടന്നേ എന്ന് നമ്മൾ ഓർത്തു വയ്ക്കുക. ആരുടെ കാലത്താണ്? മേയോ പ്രഭു ട്ടോ. ഇനി അടുത്തത് നോക്കൂ, പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. 1878 അത് നടപ്പിലാക്കിയത്. ഇനി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ആരാണ്? റിപ്പൺ പ്രഭു. അതുപോലെ തന്നെ പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ചതും ആരെന്നെയാണ്? നമ്മുടെ റിപ്പൺ പ്രഭുവാണ് എന്ന് ഓർത്തു വെക്കാം. എന്താണ്? റിപ്പൺ പ്രഭു. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? കേഴ്സൺ പ്രഭുവാണ് ഇന്ത്യയിൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ഈഴവ മെമ്മോറിയൽ നമ്മൾ ആർക്ക് സമർപ്പിച്ചു? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതും ആർക്ക് തന്നെയാണ്? കേഴ്സൺ പ്രഭുവിനാണ് എന്ന് ഓർക്കാം. ഇനി ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആരുടെ കാലത്താണ്? മിന്റോ രണ്ടാമന്റെ കാലത്താണ് എന്ന് ഓർത്തു വെക്കണം. ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ആരാന്ന് ചോദിക്കാം. ഹർഡിഞ്ച് രണ്ടാമനാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് എന്ന് ഓർക്കാം. ഈ ഹർഡിഞ്ച് രണ്ടാമന്റെ കാലത്താണ് 1911 ഡിസംബർ മാസം 12-ാം തീയതി ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും എങ്ങോട്ടാക്കി മാറ്റിയത്? ഡൽഹിയിലേക്ക് ആക്കി മാറ്റിയത് എന്നും ഓർക്കണം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് അത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. നമ്മുടെ രാഷ്ട്രപതി ഭവൻ ഉണ്ടല്ലോ, ആ രാഷ്ട്രപതി ഭവനിലെ ആദ്യത്തെ താമസക്കാരൻ ആരാണത്രേ? നമ്മുടെ ഇർവിൻ പ്രഭുവാണ്. 2-3 വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് സമയത്ത് ആരാണ്?
വെല്ലിംഗ്ടൺ പ്രഭുവാണ് നമ്മുടെ ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്ന വ്യക്തി എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരാണ്? ലിൻ ലിത്ഗോ പ്രഭുവാണ്. ആരാണ്? ലിൻ ലിത്ഗോ പ്രഭു. ഇന്ത്യയിൽ സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത് ആര്? 1945 കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വേവൽ പ്രഭുവാണ് നമ്മുടെ ഇവിടെ എന്ത് വിളിച്ചു കൂട്ടിയത്? സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത്. അതുപോലെ തന്നെ 1946 എന്തുണ്ടാവാണ്? ക്യാബിനറ്റ് മിഷൻ 1946 ഇന്ത്യ സന്ദർശിക്കുകയാണ്. ആ സമയത്തും ആരെന്നെയാണ്? വേവൽ പ്രഭു തന്നെയാണ് ഇവിടുത്തെ ഗവർണർ ജനറൽ എന്ന് ഓർത്തു വെക്കണം. ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വരികയാണ്. ആ ഇടക്കാല ഗവൺമെന്റ് രൂപീകൃതമായ സമയത്തും ആരാണ്? വേവൽ പ്രഭുവാണ് നമ്മുടെ ഇവിടുത്തെ ഗവർണർ ജനറൽ എന്ന് ഓർക്കുക. അപ്പൊ ഇടക്കാല ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇടക്കാല ഗവൺമെന്റിന്റെ സമയത്ത് അതിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ടുള്ള ആള് ആരാണ്? വേവൽ പ്രഭുവാണ്. എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ആരായിരുന്നു? വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ട്ടോ. അതുപോലെ തന്നെ എന്താണ് അവിടെ സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആഭ്യന്തര മന്ത്രി പദവിയാണ് എന്താ പറയാ കൈകാര്യം ചെയ്തിരുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെങ്കിൽ ഇടക്കാല ഗവൺമെന്റില് ഭക്ഷ്യവകുപ്പ് അല്ലെങ്കിൽ കൃഷി വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി ജോൺ മത്തായി നമ്മുടെ ജോൺ മത്തായി ധനകാര്യമന്ത്രി പദവിയിലായിരുന്നു. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ജോൺ മത്തായി ആണ്. ഇനി സി രാജഗോപാലാചാരി എന്താണ്? വ്യവസായമാണ്. വ്യവസായം. അതുപോലെ തന്നെ ബൽദേവ് സിംഗ് വളരെ പ്രധാനമാണ്. ബൽദേവ് സിംഗിനെ ചോദിച്ചിട്ടുണ്ട്. ബൽദേവ് സിംഗ് എന്താണ്? പ്രതിരോധ മന്ത്രിയായിരുന്നു. ആരാണ്? പ്രതിരോധം ട്ടോ. ഇത് ഇടക്കാല ഗവൺമെന്റിന്റെ കാര്യം പറയണത്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്. ഇനി വിദ്യാഭ്യാസം എപ്പോഴും ഇടക്കാലം ചോദിച്ചു കാണാറില്ല. എന്നാലും ഷഫത്ത് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആളാണ് അന്ന് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്നത്. ഇടക്കാല മന്ത്രിസഭയില് ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ വിദ്യാഭ്യാസം. അതുപോലെ തന്നെ ജഗജീവൻ റാം എന്ത് കൈകാര്യം ചെയ്തു? തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തു എന്നും ഓർത്തു വയ്ക്കുക. എന്താണ്? തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. അപ്പൊ ഇടക്കാല ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ടീച്ചർ ഇത് പറഞ്ഞു എന്നുള്ളൂ. ഇടക്കാല ഗവൺമെന്റ് വേവൽ പ്രഭുവിന്റെ കാലത്താണ്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൺ ആണ്. ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ഇദ്ദേഹമാണ്. സ്വതന്ത്ര ഇന്ത്യയിലും അദ്ദേഹം തന്നെയാണ് ഏത് പദവിയിൽ ഉണ്ടായിരുന്നത്? ഗവർണർ ജനറൽ പദവിയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യ വിഭജന പദ്ധതി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. മൗണ്ട് ബാറ്റൺ പ്ലാൻ, ജൂൺ 3 പ്ലാൻ, ബാൾക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ ഒക്കെ എന്നറിയപ്പെടുന്നു. അത് ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. അങ്ങനെ മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന നിയമവിധേയമായ ആക്ട് ആണ് 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി അവസാനമായിട്ട് പാസാക്കിയ ആക്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇദ്ദേഹം 1979 അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗവർണർ ജനറൽമാർ എന്ന് പറയുന്ന പദവിയില്. അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും സംശയം ഉണ്ടാവാം. അപ്പൊ നമ്മള് അതൊന്നും കൂടി വീണ്ടും പറയാണ്. ബംഗാളില് ആദ്യമായിട്ട് ഗവർണർ പദവിയിൽ ഇരുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ് ഗവർണർ പദവിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? വാറൻ ഹേസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ അദ്ദേഹം ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഗവർണർ ജനറൽ പദവിയിലെത്തിയെന്ന് ടീച്ചർ പറഞ്ഞു. ഇനി ബ്രിട്ടീഷ് ഇന്ത്യ നേരത്തെ ബംഗാള പറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ പേര് പറയണം? വില്യം ബെന്റിക്കിന്റെ പേരാ പറയേണ്ടത്. ആരാണ്? വില്യം ബെന്റിക് ആണത്. വില്യം ബെന്റിക് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? കാനിങ് പ്രഭുവാണ്. ആരാണ്? കാനിങ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ
ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ആരുടെ പേര് തന്നെ പറയണം? കാനിങ് പ്രഭു തന്നെ പറയണം കേട്ടോ. ഇനി നമ്മള് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് ആണെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ഇനി എന്ത് ചെയ്തു? സ്വതന്ത്ര ഇന്ത്യ ആയപ്പോ എന്തായി? ഗവർണർ ജനറൽ പദവിയിലേക്ക് വീണ്ടും വന്നു, ഗവർണർ ജനറൽ ആയി. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിട്ട് ആര് വന്നു? മൗണ്ട് ബാറ്റൻ വന്നു. പക്ഷെ മൗണ്ട് ബാറ്റൻ വന്നു വെച്ചാലും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ ആണെങ്കിലും സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ എന്ന് പറയുമ്പോൾ സി രാജഗോപാലാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സി രാജഗോപാലാചാരിയാണ് പറയുക കേട്ടോ. ഇന്ത്യക്കാരനായിട്ടുള്ള ഏക ഗവർണർ ജനറലും ആരെന്നെയാണ്? സി രാജഗോപാലാചാരിയാണ്. ഇത്രയും ചോദ്യങ്ങൾ പണ്ട് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. ഇപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വളരെ കുറവാണ്. എന്നിരുന്നാലും നമുക്ക് അറിയാൻ പറ്റില്ല റിപ്പീറ്റ് ചെയ്ത് വരുമോ എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ അതൊന്ന് ഇതിന്റെ പഠനത്തോടൊപ്പം ഒന്ന് ഭംഗിയായിട്ട് നോക്കി വെക്കുകയും കൂടെ ചെയ്യാം കേട്ടോ.